വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്ത് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് 1.8 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി എടയപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഈ വില്ല പ്രൊജക്റ്റിലെ രണ്ടാമത്തെ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ മുന്നിലായി 4 മീറ്റർ ഇന്റേണൽ റോഡാണ് വരുന്നത്. റോഡിന് ഇനി ഇന്റർലോക്ക് കട്ടർ വിരിക്കാനുണ്ട്. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിനുള്ളത്. കോമ്പൗണ്ട് വാളിൻ്റെ ഫ്രണ്ടിലായി ചെറിയൊരു ഗാർഡൻ കൂടി ചെയ്തിട്ടുണ്ട്. 3.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഫ്ലോർ ടൈൽ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. നോർത്ത് ഡയറക്ഷനിലുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. 14.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഇവിടെ കിണർ വന്നിരിക്കുന്നത്. ഈ ഒരു കാർ ഷെഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഇവിടെയായിട്ട് 6 അടിയോളമാണ് വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ബൈക്ക് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 സൈഡിലും ചെറിയ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ബേസ്മെൻറ്റ് കൊടുത്ത് മാറ്റ് ഫിനിഷ് ടൈൽ കൊണ്ട് ഫ്ലോർ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ട് ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ കിട്ടുന്ന ഒരു കോർട്ട്യാർഡിനുള്ള സ്പേസാണ് നൽകിയിരിക്കുന്നത്. കോർട്ട്യാർഡിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടി നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിലാണ് ഈ ഒരു മെയിൻ ഡോറും പാനലിംഗ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. 19 അടി നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു സ്പേസിന് ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇത് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ വരാനുണ്ട്. ഇവിടെയായിട്ട് 2 പവർ പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിംബോളോയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇൻഡോ ഏഷ്യൻ സ്വിച്ചസും വീഗാർഡിൻ്റെ വയേഴ്സുമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഇത് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് കിച്ചണിൻ്റെ ഡോർ ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഫുഡും ചിമ്മിനിയും എല്ലാം ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായ കളർ കോമ്പിനേഷനാണ് ഇവിടെ കിച്ചൺ കബോർഡ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത ഈ ഒരു കിച്ചണിന് ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ലിൻഡൽ ലെവലിൽ വാളുകളെല്ലാം തന്നെ ടൈൽ ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു എൻഡിലായി ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സ്കിൻ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്.
മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊണ്ടാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബാത്റൂമിന് ഹീറ്റ് എന്നുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയും സ്കിൻ ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന് സ്കിൻ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റ് ഫിനിഷ് ടൈലുകളോടാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബാത്റൂമിന് ഹീറ്റ് എന്നുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ് ടൈലുകൾ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും എസ്എസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വളരെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് ഗ്രില്ലോട് കൂടിയാണ് ഈ ഒരു വിൻഡോ വരുന്നത്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വുഡ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് 15.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയും സ്കിൻ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഈ ഒരു ബാത്റൂമിനും ഹീറ്റ് എന്നുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുള്ള ഈ ബാത്റൂമും സീലിംഗ് വർക്കോട് കൂടി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് വരാം. 17 അടി നീളവും 13 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെ മാറ്റ് ഫിനിഷ് ടൈലുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 290 മീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് 2.4 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.7 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 3.9 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 7.3 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും കലൂരേക്ക് 18 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 10 കിലോമീറ്ററുമാണ് വരുന്നത്. 3 സെന്റ് 900 ലിങ്സ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 79 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. ഈ ഒരു വില്ല പ്രോജക്റ്റിൽ പ്ലോട്ടുകളും സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.